What's happening with this Kochi Machana and welcome back to another vlog. അപ്പോൾ ഞാൻ വന്നേക്കുന്നത് നമ്മുടെ കാവസാക്കി കൊച്ചിയുടെ ഷോറൂമിലാണ്. ഇവിടെ നമ്മുടെ KLX 230 ഇന്ത്യൻ വേർഷനും വന്നിട്ടുണ്ട്. ഓൾറെഡി ഇറങ്ങിയ ആ ഒരു CKD വേർഷനും ഇവിടെ ഉണ്ട്. ഏകദേശം 1.6 lakhs ഡിഫറൻസ് ആണ് ഈ രണ്ട് വണ്ടികളും തമ്മിൽ. പക്ഷേ സ്പെക്കും കാര്യങ്ങളൊക്കെ നോക്കാൻ പോയാൽ ഓൾമോസ്റ്റ് സിമിലർ ആണ്. അപ്പോൾ എന്തൊക്കെയാണ് വ്യത്യാസം, എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നേക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഇതാണ് നമ്മുടെ രണ്ട് വണ്ടികൾ കേട്ടോ. ഇതാണ് നമ്മുടെ ഇന്ത്യൻ വേർഷൻ, ഇതാണ് നമ്മുടെ CKD വേർഷൻ. ഇതിൽ മെയിൻ വ്യത്യാസം ലുക്കിൽ അങ്ങനെ ഒരു വ്യത്യാസവും നമുക്ക് തോന്നില്ല. ഓൾമോസ്റ്റ് സിമിലർ ആണ് ബൈ ലുക്സ്. അത് പക്ഷേ ഇതിൻ്റെ കോമ്പണൻസിൽ വ്യത്യാസമുണ്ട്. ലുക്സ് ഭയങ്കര സൂക്ഷിച്ച് നോക്കിയാൽ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാനിത് കുറച്ചിരുന്ന് ഞങ്ങളിങ്ങനെ സംസാരിച്ച് കുറേ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫ്രണ്ടിൽ നിന്ന് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ആ ഹെഡ് ലാമ്പ് സെയിം ആ LED ഹെഡ് ലാമ്പ്സ് ആണ്. പക്ഷേ ഈ കൗളിങ് വ്യത്യാസമുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിലൊരു കവറിങ് കാണാൻ പറ്റും. ആ കവറിങ് നമ്മുടെ ഇന്ത്യൻ വേർഷൻ ഇല്ല, കണ്ടോ. ഇവിടെ ഫുൾ ഓപ്പൺ ആയിട്ടായിരിക്കണം. ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഇതിനൊരു ഓറഞ്ച് കവറാണ്, അതിനൊരു ക്ലിയർ കവറാണ് കൊടുത്തേക്കുന്നത്. നെക്സ്റ്റ് നോക്കുമ്പോൾ ഇതിൻ്റെ ബീക്ക് ആ ഫ്രണ്ടിൽ വന്നേക്കുന്ന ആ ഒരു ഫ്ലൈ മഡ് ഗാർഡൊക്കെ സെയിം തന്നെയാണ്, അതിന് വ്യത്യാസമൊന്നുമില്ല. അതുകൂടാണ്ട് ഇനി താഴത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ സസ്പെൻഷൻ, ഈ ഒരു CKD വേർഷൻ്റെ സസ്പെൻഷൻ വന്നത് ഷോയുടെ സസ്പെൻഷനാണ്. അതും ഇതിന് ട്രാവൽ വ്യത്യാസമുണ്ട്. ഇത് 240 mm ഫ്രണ്ട് സസ്പെൻഷൻ ട്രാവലാണ്, അതായത് വീൽ ട്രാവലാണ് ഈ ഒരു CKD വേർഷൻ പറഞ്ഞേക്കണേ. അതുകൂടാണ്ട് ഇതിൻ്റെ ഡിസ്ക് കണ്ടോ, പെറ്റൽ ഡിസ്ക്കാണ് ഈ വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. അതും 265 mm പെറ്റൽ ഡിസ്ക്. ഡുവൽ ചാനൽ ABS ആണ്. ABS ഒക്കെ സ്വിച്ചബിൾ ആണ്, അതിന് വ്യത്യാസമൊന്നുമില്ല. രണ്ടിനും MRF ടയേഴ്സ് തന്നെ വന്നേക്കണത്. ഇതിനും കാലിപ്പേഴ്സ് ആയാലും നിസിൻ്റെ കാലിപ്പറാണെന്ന് അറിയില്ല, അങ്ങനെ പറയപ്പെടുന്നു. പക്ഷേ മാസ്റ്റർ സിലിണ്ടർ നിസിൻ്റെ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക. കണ്ടോ, ഇതാണ് നമ്മുടെ ഇന്ത്യൻ വേർഷൻ. ഇന്ത്യൻ വേർഷൻ്റെ സസ്പെൻഷൻ തന്നെ എൻഡ്യൂറൻസിൻ്റെ സസ്പെൻഷനാണ്. പക്ഷേ വീൽ ട്രാവൽ കുറച്ചിട്ടുണ്ട്. 220 mm ആണ് ഇതിൻ്റെ വീൽ ട്രാവൽ. രണ്ടും 37 mm ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ്. MRF ടയേഴ്സ് തന്നെയാണ് ഇതിന് കൊടുത്തേക്കുന്നത്. പക്ഷേ ഫ്രണ്ട് ഡിസ്ക് കണ്ടോ, ഒരു 290 mm ചപ്പാത്തി പ്ലേറ്റ് പോലത്തെ ഒരു ഡിസ്ക്കാണ് ഇതിന് നമുക്ക് കാണാൻ പറ്റുക. അതിന് ഡുവൽ ചാനൽ ABS ആണ്. ഇതിന് നിസിൻ്റെ കാലിപ്പേഴ്സ്, അവിടെ ബാഡ്ജിങ് ഉണ്ട് കണ്ടോ, നിസിൻ്റെ ബാഡ്ജിങ് നമുക്ക് കാണാൻ പറ്റും. അതാണ് ഫ്രണ്ടിൽ നിന്നുള്ള വ്യത്യാസം. LED ഹെഡ് ലാമ്പ്സ് രണ്ടും സെയിം തന്നെയാണ്, അതിന് വ്യത്യാസമൊന്നുമില്ല. ആ ഒരു നമ്പർ പ്ലേറ്റ് വെക്കണതും ആ ഹോൾഡറിൻ്റെയൊക്കെ ഡിസൈനൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. ഇതിന് 3 സ്ക്രൂ ആണെങ്കിൽ ഇതിന് 2 സ്ക്രൂ ആണ്. അപ്പം അങ്ങനത്തെ കുറച്ച് വ്യത്യാസമാണ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കാണാൻ പറ്റുക. പിന്നെ വേറൊരു സാധനം, ഇവിടെ ഒരു കവർ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു കണ്ടോ. ഇതിനൊരു ഫുള്ളി കവേർഡാണ് ആ ഒരു വയറിങ് കാര്യങ്ങളും. ഓഫ് റോഡൊക്കെ പോവുകയാണെങ്കിൽ ഒന്നും പറ്റാണ്ടിരിക്കാൻ ആ ഒരു ABS വയറിങ്. പക്ഷേ അവിടെ ഫുൾ ഓപ്പൺ ആണ്. ഇന്ത്യക്കുള്ള വേർഷനിൽ എന്തും ആവാമെന്നുള്ള രീതിയിലാണ് അവിടെ ചെയ്ത് വെച്ചേക്കണേ. നെക്സ്റ്റ് നോക്കാൻ പോയാൽ ഇതിൻ്റെ എഞ്ചിൻ കേട്ടോ. എഞ്ചിൻ ഓൾമോസ്റ്റ് സെയിം തന്നെയെന്ന് പറയപ്പെടുന്നു. അതായത് CC ഒക്കെ വെച്ച് നോക്കിയാൽ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് രണ്ടിൻ്റെ എഞ്ചിനും. പക്ഷേ എക്സോസ്റ്റിൻ്റെ റൂട്ടിംഗ് ആണ്. ഇതിന് ഒരു ഓട്ടോ സെൻസറേ ഉള്ളൂ, പക്ഷേ ഇതിന് 2 ഓട്ടോ സെൻസർ ഉണ്ട്. ഇതിൻ്റെ എക്സോസ്റ്റിൻ്റെ റൂട്ടിംഗ് ഞാൻ നിങ്ങൾക്ക് അപ്പുറത്തെ സൈഡിൽ കാണിച്ചു തരാം. ഈ എഞ്ചിൻ്റെ ആ ഒരു ഔട്ടർ കേസിങ്ങിലാണ് മെയിൻ വ്യത്യാസം. പിന്നെ പവറും കൂട്ടിയിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ വേർഷൻ 19 PS ഓഫ് പവറും 19 Nm ഓഫ് ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യണത്. പക്ഷേ നമ്മുടെ ഈ ഒരു CKD വേർഷൻ ആണെങ്കിൽ 18.3 Nm ഓഫ് ടോർക്കും 18.1 PS ഓഫ് പവറാണ് ഈ ഒരു വണ്ടി പ്രൊഡ്യൂസ് ചെയ്യണം. അതാണ് മെയിൻ വ്യത്യാസം. പിന്നെ ഈ കേസിംഗ് ഒക്കെ ഉണ്ടോ, കുറച്ചും കൂടെ ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യേണ്ട ഈ കാവാസാക്കിന്ന് എഴുതിയേക്കുന്നതും കാര്യങ്ങളും. പിന്നെ ഈ ബ്രേക്ക് ലിവറും ഈ ഒരു ഫുഡ് പെക്സ് ഒക്കെ കുറച്ചും കൂടെ വിട്ടുണ്ട്. ഇതിൻ്റെ ഫുഡ് പെക്സ് ഒക്കെ കുറച്ചും കൂടെ ചെറുതാക്കിയിട്ട്. പിന്നെ ഈ ചെയിൻ്റെ സൈഡ് നിങ്ങൾ ഇതിൻ്റെ നോക്കിയോ, ഇവിടെ ഒരു ഗാർഡ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇവിടെ ഒരു സാരി ഗാർഡ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ചെയിൻ കവറും കാര്യങ്ങളൊക്കെ നോക്കാൻ പോയാൽ ഇതുണ്ടോ, ഇതിനൊരു മേളിലൊരു ചെയിൻ കവറുണ്ട്, സാരി ഗാർഡ്. അത് കൂടാണ്ട് ഇതുണ്ടോ, ഇത് ഭയങ്കര ആവശ്യമുള്ളതാണ്, ചെയിൻ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ളതാണ്. നല്ല സോളിഡ് ആയിട്ടുള്ളൊരു സാധനമാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. സ്പ്രോക്കറ്റ് സൈസിങ്ങിന് വ്യത്യാസമൊന്നും ഇല്ലയെന്ന് പറയപ്പെടുന്നു. ആൻഡ് ഇതിൻ്റെ ഗിയർ ലിവറൊക്കെ കണ്ടോ, നല്ല വ്യത്യാസമുണ്ട് കേട്ടോ, 2 ഗിയർ ലിവർ. പിന്നെ നെക്സ്റ്റ് ഇതിൻ്റെ ആ ഒരു ഫെയറിങ് നോക്കാൻ പോയാൽ ഫെയറിങ് നല്ല വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ഫെയറിങ് കുറച്ചും കൂടെ വൈഡാണ്. പ്ലാസ്റ്റിക് ക്വാളിറ്റിയും ഇതിന് കുറച്ച് ബെറ്ററാണ്. ഒബ്വിയസ്ലി 1.6 lakhs എക്സ്ട്രാ കൊടുത്താലാണ് നിങ്ങൾക്ക് ഈ വണ്ടി കിട്ടുക. പക്ഷേ ഇതിൻ്റെ പ്ലാസ്റ്റിക് ക്വാളിറ്റി ഉണ്ടോ, ഇത് കുറച്ചും കൂടെ വ്യത്യാസമുണ്ട് പ്ലാസ്റ്റിക് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ. പിന്നെ ഈ ടാങ്ക് ഓൾമോസ്റ്റ് 10.6 liters ആണ് 2 ടാങ്കും. പക്ഷേ ഈ ടാങ്കിൻ്റെ മേളിൽ വന്ന ആ ഒരു ഡിസൈനും ആ ഒരു ടാങ്കിൻ്റെ ഒരു ക്വാളിറ്റി ശരിക്കും ആ ഒരു 2 വണ്ടിയിലും നമുക്ക് ഫീൽ തന്നെ നല്ല വ്യത്യാസമുണ്ട്. ഇവിടെ നമുക്ക് ഓയിൽ ലെവലൊന്നും കാണാനൊന്നും പറ്റില്ല. പിന്നെ ഷാസിയുടെ ഇവിടെ നമുക്ക് എനിക്ക് തോന്നുന്നു അതിലൊരു ക്രാഷ് ഗാർഡ് ഫിക്സ് ചെയ്യാനുള്ള ഒരു ഹോള് അപ്പുറത്തെ വണ്ടിയിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ്. പിന്നെ നിസിൻ്റെ റിയർ കാലിപ്പേഴ്സ് ആണെങ്കിൽ നിസിൻ്റെ തന്നെയാണ്. ഇവിടെ നിസിൻ്റെ നമുക്ക് ബാഡ്ജിങ് ഉണ്ട്. ആൻഡ് റിയർ ഡിസ്ക് സൈസും വ്യത്യാസമുണ്ട്. സെയിം നമുക്ക് ഫ്രെയിമൊക്കെ സെയിം തന്നെയാണ്. ഇത് ഫുൾ ബ്ലാക്ക് ഔട്ടാണെന്നേ ഉള്ളൂ. ഈ ഒരു ഷാസി മൊത്തം സിൽവർ കളറിലാണ് ആ ഒരു ഫ്രെയിം നമുക്ക് കാണാൻ പറ്റുക. ഇതിന് ആ ഒരു ഫുൾ ബ്ലാക്ക് ഔട്ടാണ്. റിയറിലെ സസ്പെൻഷൻ ട്രാവൽ വ്യത്യാസമുണ്ട്. ഇതിന് 223 mm ആണെങ്കിൽ അതിന് 250 mm ആണ് അതിൻ്റെ സസ്പെൻഷൻ ട്രാവൽ. തന്നെ റിയറിലെ ടയറൊക്കെ സെയിം, ടയർ സൈസും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ഇതാണ് ഇതിൻ്റെ എക്സോസ്റ്റ് കണ്ടോ. ഇതിൻ്റെ എക്സോസ്റ്റിൻ്റെ റൂട്ടിങ് ഇങ്ങനെ പോയിട്ട് ഇവിടെ ഒരു ഓട്ടോ സെൻസർ ഉണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ അകത്തൊരു ഓട്ടോ സെൻസർ ഉണ്ട്. ഇവിടെ ഒരു ഗാർഡില്ല, ഈ റിയർ ഷീൽഡ് ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഇതിന് ഒരു റിയർ ഗാർഡ് ഹീറ്റ് ഷീൽഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അറ്റം വരെ ഹീറ്റ് ഷീൽഡ് ഉണ്ട്. പിന്നെ ഈ ഒരു ഫെയറിങ്ങിൻ്റെ ഈ സൈഡ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പുറത്തെ സൈഡ് നോക്കാൻ പോയാൽ ഇവിടെ ഒരു ഹെൽമെറ്റ് ഇടാനുള്ള ഒരു ലോക്ക് ഉണ്ടായി. അതുകൊണ്ട് ഈ ഒരു കേസിങ്, ബാറ്ററി കേസിങ് തുറക്കണമെങ്കിൽ ഇവിടെ ഒരു
കീ കൊടുത്തിട്ട് വേണം നമുക്ക് അൺലോക്ക് ചെയ്യാൻ. CKD വേർഷനിലിട്ടോ, കണ്ട ഇത് കണ്ട, നമുക്ക് കീ തിരിച്ചാലാണ് ബാറ്ററി ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുക. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഹെൽമെറ്റ് ലോക്കും കാര്യങ്ങളും. അപ്പോൾ അതൊക്കെയാണ് ഈ വണ്ടിയിൽ വന്നേക്കണ മെയിൻ വ്യത്യാസങ്ങൾ. അപ്പോൾ അതൊക്കെയാണ് മെയിൻ ഒരു വ്യത്യാസങ്ങൾ. ഈ സൈഡിലൊക്കെ ആകുമ്പോൾ സീറ്റൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ സീറ്റ് കുറച്ചും കൂടെ മേളിലോട്ടാണ്, ടാങ്ക് കുറച്ചും കൂടെ ഹൈ ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഇത് കുറച്ചും കൂടെ ഫ്ലാറ്റായിട്ടാണ് ഇതിരിക്കുന്നത് ഈ ഇതിൻ്റെ ഒരു സീറ്റ് നോക്കാൻ പോയാൽ. പിന്നെ നമ്മുടെ ഹാൻഡിൽ ബാർ കേട്ടോ, ഹാൻഡിൽ ബാറിൻ്റെ ക്വാളിറ്റിയും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇതിനൊരു ക്രോസ് ബാർ പോലെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കീയുടെ സ്ഥലം, കീയുടെ ഒരു ക്വാളിറ്റിയും ഞാൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അതും നല്ല വ്യത്യാസമുണ്ട്. സ്വിച്ച് ഗിയേഴ്സൊക്കെ കാണാൻ ഓൾമോസ്റ്റ് സെയിം തന്നെ കേട്ടോ. ഇതിൻ്റെ സ്വിച്ച് ഗിയേഴ്സും കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെ. ഇതാണ് ഇതിൻ്റെ കീ കേട്ടോ, നമ്മുടെ ഇന്ത്യൻ വേർഷൻ്റെ കീ തന്നെ. ഇതാണെങ്കിൽ ഉണ്ടോ, ഇതിൻ്റെ കീ ഉണ്ടോ, നമ്മുടെ സൂപ്പർ ബൈക്കിനൊക്കെ വന്ന പോലത്തെ കുറച്ചും കൂടി ക്വാളിറ്റിയുള്ളൊരു കീയും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ CKD വേർഷൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് വെച്ചാൽ 880 mm ആണ്. വെയിറ്റ് തന്നെ 139 kg, 7.5 ലിറ്റേഴ്സിൻ്റെ ടാങ്കും നമുക്ക് 265 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ വണ്ടിക്ക് വേണ്ടത്. കയറിക്കുന്ന സസ്പെൻഷനൊക്കെ നല്ല സുഖമാണ്. ഇത് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്തു. ഇതിൻ്റെ റൈഡ് വീഡിയോ ഓൾറെഡി ചാനലിൽ അപ്ലോഡാണ്, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. പക്ഷേ ഇനി ഞാൻ നിങ്ങൾക്ക് ഇന്ത്യൻ വേർഷനിൽ ഒന്ന് ഇരുന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ വേർഷൻ്റെ സീറ്റ് ഹൈറ്റ് ആയാലും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. എൻ്റെ ഹൈറ്റ് 5'6" ആണ്. പക്ഷേ എൻ്റെ സസ്പെൻഷൻ കുറച്ചും കൂടെ ഹാർഡർ ആട്ടോ. ട്രാവൽ കുറച്ചപ്പോഴത്തേക്കും സസ്പെൻഷൻ കുറച്ച് ഹാർഡായിട്ടുണ്ട്. ആൻഡ് നമുക്ക് വെയിറ്റ് 139 kg, 7.6 ലിറ്റേഴ്സിൻ്റെ ടാങ്ക് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടിക്കും അവർ കൊടുത്തേക്കണത്. ഓക്കെ, അപ്പോൾ നമ്മുടെ CKD വേർഷൻ്റെ പ്രൈസ് വരുന്നത് 3.887 lakhs ആണ് നമ്മുടെ ഓൺ റോഡ് കൊച്ചി വരുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ വേർഷൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ 2.3 lakh ഓൺ റോഡ് വരും. ഇതിൻ്റെ സർവീസ് ഇൻ്റർവൽ എന്ന് വെച്ചാൽ 6000 km അല്ലെങ്കിൽ 6 months ഓൾമോസ്റ്റ്. ഇതിൻ്റെ സർവീസ് കോസ്റ്റ് വരുന്നത് 4000 to 5000 rupees റേഞ്ചിലാണ്. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് നമുക്ക് അറിയില്ല, വണ്ടി ഇറങ്ങിയിട്ടില്ല. പക്ഷേ പ്രീ ബുക്കിങ്ങും ഒക്കെ സ്റ്റാർട്ടഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റും ഓൾമോസ്റ്റ് സെയിം സർവീസ് കോസ്റ്റ് തന്നെ ആയിരിക്കും ഈ ഒരു 230 ഇന്ത്യൻ വേർഷനും നമുക്ക് കിട്ടാൻ പോണത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാവാസാക്കി കൊച്ചിയിൽ വരാം. ഇവിടെ വന്ന് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് തുടങ്ങിയിട്ടില്ല, വണ്ടി വന്നിട്ടുണ്ട്, വന്ന് കാണാം, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. രണ്ട് വണ്ടിയും തമ്മിലുള്ള ഡിഫറൻസും കാര്യങ്ങളൊക്കെ എന്താണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. സോ യെസ്, അതൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫോർഗെറ്റ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ ബെല്ലൈക്കൻ വയ്ക്കുക. അടുത്ത വീഡിയോ ബെല്ലിംഗ് അറിയിക്കുന്നതായിരിക്കും. മറ്റൊരു സ്വന്തം കൊച്ചി മച്ചാൻ. ബൈ.